ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ദൈവകൃപയുടെ മാഹാത്മ്യം രക്ഷണീയ വേലയിൽ എന്താണ്, എപ്രകാരമായിരുന്നു, അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഈ അവസരം വളരെ വിലപ്പെട്ടതാണ്. ഇത്രമാത്രം അത്ഭുതകരമായ ദൈവിക പദ്ധതിയായ വീണ്ടെടുപ്പിന്റെ വേലയിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗം, അതിൽ ദൈവകൃപയുടെ മഹത്തരമായ സ്ഥാനം എന്താണെന്ന് വിശദമാക്കുന്നതിൽ ഈ തിരുസന്നിധി എന്നുള്ള എപ്പിസോഡുകൾ സഹായകരമായി തീരുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഇന്നലെ വരെ ചിന്തിച്ചത് യേശു എല്ലാ വ്യവസ്ഥകൾക്കും, അല്ലെങ്കിൽ യേശു എല്ലാ വ്യവസ്ഥകളിലും അനുയോജ്യനായി തീർന്നു. ദൈവത്തിന്റെ രക്ഷാപദ്ധതി എല്ലാ വ്യവസ്ഥകളെയും പാലിക്കുവാൻ അനുയോജ്യമായി തീർന്നു. അത് ഇങ്ങനെ വിശദമാക്കാം. കർത്താവായ യേശു ഒരു പ്രതിപുരുഷ യാഗത്തിന്റെ എല്ലാ വ്യവസ്ഥകൾക്കും അനുയോജ്യനാകയാൽ ദൈവം തന്റെ അതിശയകരമായ രക്ഷാമാർഗം ക്രൂശിലൂടെ പ്രഖ്യാപിച്ചു. അത് തന്റെ കൃപയുടെ സദ്വാർത്തയാണ്. തങ്ങളുടെ പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് കർത്താവും രക്ഷിതാവുമായി ദൈവത്തിന്റെ പുത്രനെ വിശ്വാസത്താൽ കൈക്കൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷ സൗജന്യദാനമായി ദൈവം വാഗ്ദാനം ചെയ്യുന്നു. രക്ഷ സകല മനുഷ്യർക്കും ലഭ്യമാകുന്നു എന്ന് വാസ്തവമാണ്. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്നാണ് സുവിശേഷം പറയുന്നത്. ഇതിന് പണം കൊടുക്കണമായിരുന്നെങ്കിൽ ദരിദ്രർ തള്ളപ്പെട്ടു പോകുമായിരുന്നു. രക്ഷ എല്ലാവർക്കും മതിയായതാണ്. ഈ അനാഥനായ രക്ഷകന്റെ മരണത്തിന് സർവ്വലോകത്തിന്റെയും പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ ശക്തിയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാവർക്കും മതിയായത് തന്നെ. എല്ലാവരും പാപികളായതിനാൽ എല്ലാവരും രക്ഷയ്ക്ക് അർഹരുമാണ്. ഏതൊരു മനുഷ്യന്റെയും അയോഗ്യത തന്നെയാണ് അവനെ ദൈവത്തിന്റെ രക്ഷയ്ക്ക് യോഗ്യനാക്കുന്നത്. നിത്യജീവൻ എന്ന ദാനം ബുദ്ധിജീവികൾക്കും പ്രശസ്തർക്കും ധനികർക്കും മാത്രമുള്ളതല്ല എന്നത് എത്രയോ ശ്രേഷ്ഠകരമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മിൽ പലരും തള്ളപ്പെട്ടു പോകുമായിരുന്നു. ഒരിക്കലും അതിന് യോഗ്യരായിരിക്കുകയുമില്ല. എഴുത്തും വായനയും അറിയുന്നവർക്കും സംസാരിക്കുവാനും കാണുവാനും കഴിയുന്നവർക്കും ഓടിക്കയറുവാൻ സാധിക്കുന്നവർക്കും ഉന്നതന്മാർക്കും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മിൽ പലരും അവഗണിക്കപ്പെടുമായിരുന്നു, തള്ളപ്പെടുമായിരുന്നു. അതുകൊണ്ട് സുവിശേഷം മാത്രമാണ് സർവ്വലോകത്തിനും ചേരുന്ന സദ്വാർത്ത. ഏതൊരു മനുഷ്യനും സുഗ്രാഹ്യമാകുമാകും. ഇത് ലളിതമാണ്. ആരും തന്നെ അത്രയ്ക്ക് ആദിവാസിയോ നിരക്ഷരോ ആയിരിക്കുന്നില്ല. വരിക എന്ന് കർത്താവായ യേശു സുവിശേഷത്തിൽ പറയുന്നു. അതിൽ സങ്കീർണതകളൊന്നുമില്ല. അത്രമാത്രം ദൈവത്തിന്റെ പ്രവൃത്തി ലളിതവും സങ്കീർണതകൾ ഇല്ലാത്തതുമാകുന്നു. അതുകൊണ്ട് ഏതൊരാൾക്കും ഇത് പ്രാപിക്കാം. രക്ഷ അനുദപിക്കുന്നതിലാണ്, അത് വിശ്വാസത്താലാണ്. ഏത് മനുഷ്യ കർത്താവായ യേശുവിൽ വിശ്വസിക്കാം. യേശുവിനേക്കാൾ വിശ്വാസയോഗ്യനായി മറ്റാരുമില്ല. സൃഷ്ടി തന്റെ സൃഷ്ടാവിനെ വിശ്വസിച്ച് ആശ്രയിക്കുന്നത് തികച്ചും യുക്തിസഹജമത്രേ. ഇത്തരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കൃപ എപ്പോഴും പ്രശംസയെ തള്ളിക്കളയുന്നു. സകല പാപവും മനുഷ്യൻ ചെയ്തു, എന്നാൽ രക്ഷാപ്രവൃത്തിയെല്ലാം യേശു ചെയ്തു. ഞാൻ യേശുവിന്റെ യോഗ്യതകൾ അവകാശമാക്കുന്നു. എന്തെങ്കിലും ആകുന്നത് കൊണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ യാതൊരു അവകാശമില്ല. ഒരു കാര്യം ശക്തവും വ്യക്തമായി പറയട്ടെ, ക്രിസ്തു മാത്രമാണ് എന്റെ പാസ്പോർട്ട്. ക്രിസ്തു മാത്രമാണ് ഏക പോംവഴി എന്ന് കൃപ പറയുന്നു. നമ്മുടെ സ്വഭാവ വൈശിഷ്ട്യത്താലോ നമ്മുടെ മേന്മയേറിയ പ്രവൃത്തിയാലോ സൽഗുണമോ മറ്റെന്തെങ്കിലും കാര്യപ്രാപ്തി കൊണ്ടോ സ്വർഗം എങ്ങനെയും നേടുവാൻ കഴിഞ്ഞെങ്കിൽ നാം പ്രശംസിച്ചു നടക്കുമായിരുന്നു. പ്രശംസകൾ തന്നെ ഉന്നതവും അത്യുന്നതമായി കാണപ്പെടുമായിരുന്നു. ഒരുവൻ സ്വയം ഉയർത്തുന്നതിന്റെയും സ്പർദ്ധതയുടെയും അസൂയയുടെയും വൈരാഗ്യത്തിന്റെ രംഗമായിരുന്നു ആ സ്വർഗം, രംഗമാകുമായിരുന്നു ആ സ്വർഗം. അങ്ങനെ ഒരു വ്യക്തി ഉന്നതനും ഉയർന്നവനും തന്റെ യോഗ്യതകളും പ്രശംസകളും തനിക്കുണ്ടെന്ന് പറയുന്ന എല്ലാവിധമായ പുകഴ്ചകളെ നിരത്തി വെക്കുന്നത് ഒരിക്കലും അത് സ്വർഗമാകുകയില്ല. അത് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും കാഴ്ചപ്പാടുകളുടെയും ഔന്നത്യത്താൽ എത്തിച്ചേരാവുന്ന സ്ഥലം ഒരിക്കലും സ്വർഗമാകുന്നില്ല. ഇവിടെ മനുഷ്യനെ രക്ഷ സ്വീകരിക്കുവാൻ മനുഷ്യനെ നിർബന്ധിക്കുന്നില്ല. സൃഷ്ടാവ് മനുഷ്യനെ സ്വതന്ത്ര ഇച്ഛയുള്ളവനായി സൃഷ്ടിച്ചു. നമുക്കത് അസാധാരണമായി തോന്നാം. എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിലും ദൈവം സ്വർഗത്തെ ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല. ഇച്ഛയ്ക്ക് വിരോധമായി ഒരു പുരുഷനെ സ്ത്രീയോ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നിർബന്ധത്താലും അക്രമത്താലും ക്രൂരതയാലും വളരുന്ന ഒരു മതം സത്യമല്ല എന്ന് നാം ഇത്തരണത്തിൽ മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ രക്ഷാമാർഗം പൂർണ്ണതയുള്ളതാണ്. അത് ദൈവത്തിന്റെ എല്ലാ വ്യവസ്ഥകൾക്കും അനുയോജ്യമാണ്. സകല മനുഷ്യവർഗത്തിനും അത് ലഭ്യമാണ്. തന്റെ നീതിക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ സകല മനുഷ്യരോടുമുള്ള സ്നേഹം പ്രദർശിപ്പിക്കുവാൻ ക്രൂശിൽ ക്രിസ്തു നിവർത്തിച്ച രക്ഷണ്യ വേല, അതാണ് കൃപയിലൂടെ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച മോക്ഷമാർഗം. അവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ദൈവം വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതി സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. അതെ, ദൈവത്തിന്റെ സ്വഭാവവും മനുഷ്യന്റെ പാപപ്രകൃതിയും നേർക്കുനേർ നോക്കുമ്പോൾ സാധ്യമായ ഒരേ ഒരു രക്ഷാമാർഗം ഇത് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പ്രിയമുള്ളവരെ, മറ്റൊരു വിധത്തിലും മനുഷ്യന് രക്ഷ പ്രാപിപ്പാൻ സാധ്യമല്ല. നാം നമ്മുടെ ചുറ്റുപാടിലേക്ക് കണ്ണോടിച്ച് നോക്കുമ്പോൾ ഇതര ലോക മതങ്ങളിലൊന്നും ഇതുപോലൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നില്ല. എന്താണ് അവിടെ ഉള്ളത്? കാഠിന്യമേറിയ അനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ, മന്ത്രോച്ചാരണങ്ങൾ, ആചാരങ്ങൾ, ഐതിഹ്യങ്ങൾ, പാരമ്പര്യങ്ങൾ, തീർത്ഥാടനങ്ങൾ, പുണ്യകർമ്മങ്ങൾ, കൂദാശകൾ, കർമ്മങ്ങൾ, കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ. ഇതൊക്കെയല്ലേ
മറ്റു മതങ്ങൾ ആവശ്യപ്പെടുന്നത് അവരുടേതെല്ലാം ക്രയവിക്രയത്തിന്റെയും വ്യാപാരത്തിന്റെയും ഒരു മേഖലയാണ്, ഒരു രാജ്യമാണ്. നിങ്ങൾ ഇത് ചെയ്യൂ, ദൈവം നിങ്ങൾക്ക് ഇത് തരും. നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കൂ, നിങ്ങൾ കൂടുതൽ നന്നായി പരിശ്രമിക്കൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചമാക്കൂ, അപ്പോ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ആയിത്തീരും. ഇതല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ രാജ്യം നേരെ വിപരീതമാണ്. അത് ദരിദ്രർക്ക് വേണ്ടിയുള്ള രാജ്യമാണ്. അതിലെ പൗരത്വം ദാനം ചെയ്യപ്പെടുന്നു. ആരും അത് വിലയ്ക്ക് വാങ്ങുന്നില്ല. നിങ്ങളെ ദൈവത്തിന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു, നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു. നിങ്ങൾ മതിയായതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോഴല്ല, മതിയായത് ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് അത് സംഭവിക്കുന്നത്. നിങ്ങൾക്കത് സമ്പാദിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. നിങ്ങൾ അത് കൈക്കൊണ്ടാൽ മതി. തന്നിമിത്തം നിങ്ങൾ ശുശ്രൂഷിക്കുന്നു. അവിടെ ധാർഷ്ട്യമോ ഭയമോ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. അവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ദൈവത്തോളം നന്ദി മാത്രമാണ്, സ്നേഹം മാത്രമാണ്. നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ഉപസംഹരിക്കുവാൻ കഴിയും. 2 തരം മതങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. മനുഷ്യരോ സാത്താനോ സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ മതങ്ങളും മാനുഷിക യോഗ്യതകളുടെ മതങ്ങളാണ്. അവിടെ മാനവികത, മതാചാരങ്ങൾ, പുണ്യകർമ്മങ്ങൾ, സൽപ്രവൃത്തി, ആചാരാനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം പ്രിയമുള്ളൊരു ക്രിസ്ത്യാനിത്വത്തോട് കൂട്ടിച്ചേർത്താലും അതെല്ലാം വ്യാജമാണ്, അസത്യമാണ്, ഭോഷ്കാണ്. അവിടെ ഒട്ടും സത്യമില്ല. എന്നാൽ വേദപുസ്തകം അവിടെ വെളിപ്പെട്ട് വരുന്ന സാക്ഷാൽ സത്യം മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരിക്കൽ കൂടെ വ്യക്തമായി പറയട്ടെ, വേദപുസ്തക ക്രിസ്ത്യാനിത്വം മാത്രമാണ് ദൈവിക നേട്ടങ്ങളുടെ മതം. മറ്റു മതങ്ങൾ ഇത് ചെയ്യൂ എന്ന് പറയും. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ഇങ്ങനെ പറയുന്നു, അത് ചെയ്തു കഴിഞ്ഞു, നിവൃത്തിയായി, എല്ലാം നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. യോഹന്നാന്റെ സുവിശേഷം 19:30. സ്വന്തം പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായി ഭക്തിയുള്ള മനുഷ്യൻ എന്തെങ്കിലും നന്മകൾ ചെയ്യണം, മൂർത്തികളെ പ്രസാദിപ്പിക്കണം, സ്വീകാര്യത നേടണം, മോക്ഷം പ്രാപിക്കണം എന്ന് മതങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തിരുവെഴുത്തുകൾ, ദൈവവചനം വിശ്വസിക്കുന്ന ഏത് പാപിക്കും ക്രിസ്തുവിന്റെ നീതി, യോഗ്യത എന്നിവ നൽകപ്പെടുന്നു. ക്രിസ്തുവിന്റെ നീതി കണക്കിടുന്നു, അല്ലെങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നീതിമാനായ രാജാവ് അനീതിയുള്ള മത്സരിക്ക് വേണ്ടി മരിക്കുമെന്ന് ആർ ചിന്തിക്കും? അങ്ങനെ ചിന്തിക്കാൻ ആർക്ക് കഴിയും? ഇത് കേവലം മാനുഷിക ഇതിഹാസ പഠനമല്ല, ഏതെങ്കിലും സ്വപ്നമോ കേട്ടുകേൾവിയോ കവിതാ സങ്കല്പമോ അല്ല. ഈ പ്രായശ്ചിത്ത മരണം സത്യമായിരുന്നു. കെട്ടുകഥകൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഇത് ഊഹാഭോഗങ്ങളാലും മനുഷ്യന്റെ മനോദർപ്പണത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന എന്തെങ്കിലും ആശകളല്ല, ഇസകളല്ല, സംഗീതങ്ങളല്ല, സങ്കല്പങ്ങളല്ല. പ്രിയമുള്ളവരെ, അത് ദൈവം തന്നെ നിശ്ചയിച്ചതും നിയമിച്ചതുമാകുന്നു. ഇവിടെയാണ് ക്രിസ്തു കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പരമയാഗമായി തീരുവാൻ, സ്വമനസാലെ പാപിയുടെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നീതിയെ വിളംബരം ചെയ്യുവാൻ, രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ ഏക വഴിയായി ക്രിസ്തു പകരക്കാരനായി തീർന്നു. നമുക്ക് ഈ പ്രഭാതത്തിലും ആ രക്ഷയുടെ മഹാത്മ്യത്തെ ഓർത്ത്, കൃപയുടെ ധന്യതയോർത്ത്, കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കൊരു ആരാധനയായി ഈ എപ്പിസോഡിന്റെ സമാപനം ദൈവസന്നിധിയിൽ നന്ദി അർപ്പണമായി, സ്തുതി സ്തോത്രയാഗങ്ങളായി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ വീണ്ടും ഈ ദിവസം അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. വചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.